നമസ്കാരം. വർത്തമാനത്തിലേക്ക് സ്വാഗതം. ഇന്നലെ സത്യപ്രതിജ്ഞയൊക്കെ കഴിഞ്ഞു. വകുപ്പുകളിൽ എല്ലാം ഒന്നും തീരുമാനമായില്ല ആർക്കൊക്കെ എന്തൊക്കെയാണെന്ന്. പിന്നെ അതുപോലെ ഈ 2.5 വർഷം ടൈം വെച്ചുള്ള ആ ഒരു തീരുമാനം എങ്ങും പറയുന്നില്ല. ആദ്യം ഒന്ന് കേട്ടു എന്നുള്ളതല്ലാതെ മറ്റൊന്നും പറഞ്ഞില്ല. പിന്നെ മാണി സി കാപ്പൻ അതിനെതിരെ കുറച്ച് വിമർശനങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ കണ്ടു, വിമർശനങ്ങളൊക്കെ നടത്തിയത്. അത് കഴിഞ്ഞ് ഈ മന്ത്രിമാരുടെ വകുപ്പുകൾ ഏതെന്നറിയാതെ അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു രീതിയാണ് കേൾക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്നതല്ല. ഇപ്പം ആദ്യമായിട്ട് ഈ UDF-ൽ ഈ ടേം തുടങ്ങി. നേരത്തെ ഇത് LDF-ലാണ് തുടങ്ങിയത്. മന്ത്രിമാർ ഇത് പകുതി വെച്ച് കച്ചവടം അവസാനിപ്പിക്കുന്ന തരത്തിൽ ഇത് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും ആദ്യമായിട്ട് മാണി സി കാപ്പൻ അത് വെളിപ്പെടുത്തിയെന്ന്. അതായത് ഞാനും അനൂപ് ജേക്കബും തമ്മിൽ 2.5 വർഷമായിട്ട് തീരുമാനിച്ചിരിക്കുന്നു. ആദ്യത്തെ 2.5 വർഷം അനൂപ് ജേക്കബ്, അടുത്ത 2.5 വർഷം ഞാൻ. അതിൽ പുള്ളിക്ക് പരാതിയുണ്ട്. എനിക്കായിരുന്നു ആദ്യത്തെ 2.5 വർഷം തരേണ്ടത്. കാരണം ഞാനത് മൂന്നാം തവണ അവിടെ നിന്ന് പാലായിൽ നിന്ന് ജയിക്കുന്നത്. പിന്നെ പാലാ പോലൊരു സ്ഥലത്തു നിന്നും ഒരു അട്ടിമറി വിജയമൊക്കെ നേടിയ ആളല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും, പിന്നെ മാത്രമല്ല മാണി സി കാപ്പനെ കുറിച്ച് പറഞ്ഞത് കൊടിവെച്ച കാറിൽ നിങ്ങളുടെ സ്ഥാനാർത്ഥി തിരിച്ചു വരും, അങ്ങോട്ട് പോകുന്ന കാറിലല്ല, കൊടിവെച്ച കാറിൽ തിരിച്ചു വരും എന്ന് പറഞ്ഞ്. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞ് ആശ കൊടുത്തിട്ട് അവസാനം എന്തായാലും പകുതി സ്ഥാനത്തേക്ക് പുള്ളി കിട്ടിയെന്ന് മാത്രമല്ല, മാണി സി കാപ്പന് അവകാശപ്പെടുന്ന അനുസരിച്ച് മാണി സി കാപ്പന് ആദ്യത്തെ 2.5 വർഷം ക്യാബിനറ്റ് റാങ്കോടെ പാലായുടെ വികസനത്തിന് വേണ്ടിയിട്ട് എന്തോ ഒരു പ്രോജക്റ്റ് കൂടെ കൊള്ളാം അല്ലേ. പാലായുടെ വികസനത്തിന് വേണ്ടി പിന്നെ ക്യാബിനറ്റ് റാങ്കോടെ 2.5 വർഷം കൊള്ളാം. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല, മതിയല്ലോ, മന്ത്രിയാണോന്നില്ലല്ലോ. അപ്പോൾ എന്തായാലും മാണി സി കാപ്പൻ അത് പ്രഖ്യാപിച്ചു. ഇനി മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉടനെ പ്രഖ്യാപിക്കുമെന്നാണ് പുള്ളി പറയുന്നത്. ഇത്രയും മാണി സി കാപ്പൻ പറഞ്ഞ സ്ഥിതിക്ക് വി ഡി സതീശൻ പ്രഖ്യാപിക്കാതിരിക്കാൻ പറ്റുമോ? വി ഡി സതീശൻ പ്രഖ്യാപിച്ചില്ലെങ്കിൽ വീണ്ടും പ്രശ്നമാകുന്നത്. അപ്പം ഇപ്പോഴും കാപ്പന്റെ പാർട്ടി വലിയ പാർട്ടിയല്ലേ, അപ്പൊ പിന്നെ ആ പാർട്ടിക്ക് അല്ല, നിങ്ങൾ ആ പാർട്ടിയുടെ വലുപ്പമല്ല നോക്കേണ്ടത്, ആ പാർട്ടിയുടെ വിജയമാണ് നോക്കേണ്ടത്. ഒരു അട്ടിമറി വിജയം അവിടെ നേടി 3 തവണ തുടർച്ചയായിട്ട് അവിടുത്തെ പാലാ എന്ന് പറഞ്ഞാൽ KM മാണി, സാക്ഷാൽ KM മാണിയുടെ മകനെ തോൽപ്പിക്കുക എന്ന് പറഞ്ഞ ചെറിയ കാര്യമാണോ? അപ്പോൾ അതിനെക്കുറിച്ച് കാണരുത്. അപ്പോൾ അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം അവകാശപ്പെട്ടതാണ്. എന്തായാലും ടൈം വെച്ച് കൊടുക്കുന്നുണ്ട്. പക്ഷേ അത് മാത്രമല്ല, കോൺഗ്രസിൻ്റേതും അങ്ങനെ തന്നെയാണ്. ഇത്തവണ മന്ത്രിയായ തുളസിയും IC ബാലകൃഷ്ണൻ തമ്മിൽ 2.5 വർഷം വെച്ച് പങ്കിടുകയാണ്. അപ്പോൾ ഇനി പങ്കിടയിൽ തുടങ്ങിയത് കൊണ്ട് വളരെ എളുപ്പമായി. ഇനിയിപ്പം 20 മന്ത്രിമാരൊക്കെ വരും, 40 മന്ത്രിമാരെ വേണമെങ്കിൽ നിയമിക്കാം. 2.5 വർഷം പിരിഞ്ഞാൽ മതിയല്ലോ. നേരത്തെ ബുദ്ധി കൊണ്ടുവന്ന ആരെന്നറിയോ? MLA മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫാണ്. 2.5 വർഷം കഴിയുമ്പോൾ റിട്ടയർ ചെയ്യുക. അപ്പോൾ എന്താ ഗുണം? പെൻഷനും ഉറപ്പാവും. വേറൊരു 30 പേർക്കൂടെ ഓരോ മന്ത്രിയുടെ ഓഫീസിൽ ജോലി. 27 എങ്കിൽ 27. പക്ഷേ 27 പേർക്ക് പെൻഷൻ ഉറപ്പാക്കുക എന്തൊരു ബുദ്ധിയല്ലേ. ആദ്യം അദ്ദേഹം അങ്ങ് പറഞ്ഞ ഒരു കാര്യത്തിൽ എനിക്ക് വിയോജിപ്പുണ്ട്. സ്വതന്ത്രന്മാരായിട്ട് 3 ഇപ്പോൾ CPM-ൽ നിന്ന് ഇറങ്ങി സ്വതന്ത്രന്മാരായിട്ട് വിജയിച്ച 3 പേരുണ്ട്. ജി സുധാകരനും മലബാറിൽ 2 പേരും. അതോടൊപ്പം KK രമയുണ്ട്. ഇവരെല്ലാം സ്വതന്ത്രന്മാരാണ്. മാണി സി കാപ്പന് സ്വതന്ത്രന, അദ്ദേഹത്തിന്റെ നോമിനേഷൻ പത്രികയിൽ സ്വതന്ത്രന എഴുതിയിരിക്കുന്നത്. അവിടെ എല്ലാം ഇവരുടെയൊക്കെ മണ്ഡലങ്ങളിലും ഈ പറയുന്ന UDF നേതാക്കന്മാർ പോയി പ്രചരണം നടത്തിയിരുന്നു. ശരിയാണ്. പക്ഷെ മാണി സി കാപ്പനുമായിട്ടൊരു ധാരണയുണ്ട് മന്ത്രിസ്ഥാനം കൊടുക്കാമെന്ന്. ആ ധാരണ ശരിയാണോ എന്നുള്ളതാണ് ഇവിടെ ചോദിക്കുന്നത്. ധാരണ ശരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ധാരണ തീർച്ചയായിട്ടും ശരിയാണ്. അല്ലല്ല, അത് ഒരാൾ മാത്രം പറഞ്ഞാൽ പോരല്ലോ. അല്ല, അതേ മാത്രമേ പറയുന്നുള്ളൂ. അല്ല, നിങ്ങൾ എൻ്റെ ജനാധിപത്യപരമായ വശം നോക്കാതെയാണ് പറയുന്നത്. അതായത് നിങ്ങൾ ഒരു സ്ഥാനാർത്ഥിയായിട്ട് വരുന്നു, വേറൊരു പാർട്ടി വിട്ടിട്ട് വരുന്നു, മത്സരിക്കുന്നു, MLA ആവുന്നു. നിങ്ങളോട് പറയുകയാണ് നിങ്ങൾ വിജയിച്ചാൽ നിങ്ങളെ മന്ത്രിയാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊടുക്കണം. പറഞ്ഞിട്ടില്ലെങ്കിൽ എന്തിനാണ് കൊടുക്കുന്നത്? മത്സരിച്ചാൽ, നിങ്ങൾ സ്വതന്ത്രനായിട്ട് മത്സരിച്ചാൽ ഞങ്ങൾ പിന്തുണയ്ക്കാമെന്ന് പറഞ്ഞിട്ടുള്ളൂ. പിന്തുണച്ചു, ജയിപ്പിച്ചു. അത് ജി സുധാകരൻ്റെ കാര്യത്തിൽ പോലും അതേ ഉള്ളൂ. ജി സുധാകരനോട് പറഞ്ഞിട്ടുണ്ടോ മന്ത്രിയാക്കാമെന്ന്? ഇല്ല. അദ്ദേഹം തന്നെ പറഞ്ഞു, എന്നോടാരും മന്ത്രിയാക്കാമെന്ന് പറഞ്ഞില്ല, എന്നെ ആരും വിളിച്ചുമില്ല മന്ത്രിയാക്കാനായിട്ട്. നോ റൈറ്റ്. മന്ത്രിയാക്കാൻ ഇത്രേ ഉള്ളൂ. അതിനകത്തിപ്പം സ്വതന്ത്രമായിട്ട് വന്ന ഗോവിന്ദനോ അല്ലെങ്കിൽ രണ്ടാമത്തെ ആള് കുഞ്ഞികൃഷ്ണൻ, ഇവർ 2 പേരെ സംബന്ധിച്ച് അവർക്ക് ആ ക്ലെയിം പോലും ഇല്ല. സുധാകരനെ സംബന്ധിച്ച് വളരെ സീനിയറായിട്ടുള്ള ഒരു നേതാവാണ്, ഒരു തവണ മന്ത്രിയായിരുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ വരവ് UDF-ന് വലിയ ഗുണം ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊക്കെ വെച്ച് സുധാകരൻ വിചാരിച്ചു പുള്ളിയെ മന്ത്രിയാക്കുമെന്ന്. അത് ശരിയാണ്, സുധാകരൻ വിചാരിച്ചു.
പുള്ളിയോട് വിളിച്ചു ചോദിക്കും, അങ്ങ് കൂടി ഞങ്ങളുടെ മന്ത്രിസഭയിൽ ചേരണം എന്ന് പറയുമെന്ന് കരുതി ഇവിടെ 63 പേര് ജയിച്ച് നിൽക്കുക, ഇടിയോട് ഇടിയ. നേരെ മറിച്ച് ഒരു 70 പേരോ 75 പേരോ ഒക്കെ ആയിരുന്നെങ്കിൽ സുധാകരൻ ഉറപ്പായിട്ടും മന്ത്രി ആയേനെ. ഇതിപ്പോൾ ഇത്രയും പേര് ജയിച്ച് നിൽക്കുന്ന നമുക്കെന്നെ അറിയാമല്ലോ. എത്രയോ പേര് മന്ത്രിസ്ഥാനം കിട്ടാതെ വിഷമിച്ച് നിൽക്കുന്നുണ്ട് കോൺഗ്രസ്. അപ്പൊ നിങ്ങൾ പറയുന്നത് അങ്ങോട്ട് വിളിച്ചു കൊടുക്കണമായിരുന്നു. ഞാൻ അതെല്ലാം അംഗീകരിക്കുന്നു. മാണി സി കാപ്പൻ മാത്രമാണ് പറയുന്നത് അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം നേരത്തെ ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന്. കോൺഗ്രസിലെ ഒരു നേതാക്കന്മാരും അതിനെക്കുറിച്ച് പറഞ്ഞതായി ഞാൻ കേട്ടില്ല. ആരോട് ഓഫർ ചെയ്തിട്ടില്ലല്ലോ. ആരോട് ഓഫർ ചെയ്തിട്ട് കൊടുക്കായിരുന്നത്? മാണി സി കാപ്പൻ ഓഫർ ചെയ്തിട്ടുണ്ട്. എങ്ങനെ അറിയാം? ഇത് തന്നെ ഓഫർ ചെയ്തില്ല. നിങ്ങൾ കൊടി വെച്ച കാറിൽ തിരിച്ചു വരുമെന്ന് പറഞ്ഞു തന്നെ. അതിപ്പോ എന്തെല്ലാം ഞാൻ ഉദ്ദേശിച്ച കൊടി വെച്ച കാർ എന്ന് പറയുന്നത് ഒരു കറുത്ത കൊടിയാരെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. എങ്കിലും ഒരു പ്രശ്നമില്ലായിരുന്നു. കഴിഞ്ഞ ദിവസം നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹം ഒരു പത്രസമ്മേളനത്തിൽ പറഞ്ഞു, വി.ഡി. സതീശൻ ജയിക്കുവാണെങ്കിൽ ഞാൻ ഈ പണി നിർത്തും. ഞാൻ അങ്ങനെ പുള്ളി പലതും പറഞ്ഞു. എന്നിട്ട് കഴിഞ്ഞ ദിവസം വിലയുള്ളവർ പറയുന്നതിനെ അർത്ഥമുള്ളൂ. കഴിഞ്ഞ ദിവസം അൻവർ പറഞ്ഞില്ലേ, ഞാൻ തോറ്റാൽ ഞാൻ തലമുട്ടയടിച്ച് നടക്കുന്നു. പിന്നെ മുട്ടയടിച്ച് നടന്നോ? അല്ല, അത് വിലയുള്ളവൻ അതുപോലെ കണ്ടാൽ മതി. ഞാൻ പറയാം കെ.സി. വേണുഗോപാൽ ഹൈക്കമാൻഡിന്റെ പ്രതിനിധിയാണ്. കെ.സി. വേണുഗോപാൽ ഇവിടെ തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവ് വന്നിട്ട് പറഞ്ഞു, വേണുഗോപാൽ കെ. മുരളീധരൻ ജയിച്ചാൽ മന്ത്രിയായിരിക്കും എന്ന് പറഞ്ഞു. നടന്നില്ലേ? മന്ത്രിയായില്ലേ? അദ്ദേഹം പോയി പാലായിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട വി.ഡി. സതീശനോ ആരെങ്കിലും പോയി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പാലിച്ചേ പറ്റൂ. അത് അവര് പറയുന്നില്ലല്ലോ. ഇത് മാണി സി കാപ്പൻ മാത്രമേ പറയുന്നുള്ളൂ. അല്ല, അവർ നിഷേധിച്ചിട്ടില്ലല്ലോ. അവർ കേട്ടില്ലല്ലോ. അവർ നിഷേധിച്ച് കേട്ടില്ലല്ലോ. അല്ലല്ലോ, അവർ മന്ത്രിസ്ഥാനം കൊടുക്കുന്നല്ലോ. അവരങ്ങനെ പറഞ്ഞിട്ടില്ല, എന്തിനാ കൊടുക്കുന്നത്? ഇല്ലില്ല, അത് എന്ന് പറയുന്നത് ശരിയല്ല. ഈ കാര്യത്തിൽ ഞാൻ പറയുന്നതാണ് ശരി. അവർ പുള്ളിക്ക് മന്ത്രിസ്ഥാനം കൊടുക്കുമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നതാണ്. അത് കള്ളമാണ് അങ്ങനെ പറയുന്നത്. അവർ നിഷേധിച്ചിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിന് അത് ഇപ്പോൾ കൊടുക്കാൻ പറ്റിയില്ല. അടുത്ത ടൈമിൽ കൊടുക്കുമെന്നുള്ള വ്യത്യാസം മാത്രമേ വന്നുള്ളത്. ഇപ്പം ഇത്രയൊക്കെ പറഞ്ഞാലും ചിലപ്പോൾ നടപ്പാക്കാൻ ബുദ്ധിമുട്ട് വരും. എന്നിട്ടും അവർ പാലിച്ചു. 2.5 വർഷം കൊടുക്കുക മാത്രമല്ല, ബാക്കി 2.5 വർഷം ക്യാബിനറ്റ് റാങ്ക് കൊടുക്കുന്നു. അപ്പോൾ 5 വർഷം ക്യാബിനറ്റ് റാങ്ക് ആയിട്ടിരിക്കുന്നു. അതുപോലെ ഈ ക്യാബിനറ്റ് റാങ്ക് കൊടുക്കുന്ന കോൺഗ്രസിലെ ആരെങ്കിലും പറഞ്ഞല്ലോ? അതുകൊണ്ടല്ലേ കൊടുക്കുന്നത്. അല്ല പിന്നെ കൊടുക്കുവോ? അല്ല, ക്യാബിനറ്റ് റാങ്ക് കൊടുക്കുമെന്ന് പറഞ്ഞോ? അല്ലല്ല, അത് കൊടുക്കോ ഇല്ലെന്ന് അദ്ദേഹം പറഞ്ഞത് ശരിയാണോ ഇല്ലെന്ന് അല്ലെന്ന് നിഷേധിക്കട്ടെ. നിഷേധിച്ചു കഴിഞ്ഞപ്പോൾ താങ്കൾ പറഞ്ഞ അത് കഴിഞ്ഞിട്ട് അങ്ങ് പറഞ്ഞ രണ്ടാമത്തെ ഒരു കാര്യം, ഈ ടൈം എൻ്റെ അഭിപ്രായത്തിൽ ഈ 21 മുഖ്യമന്ത്രി കഴിഞ്ഞിട്ട് ബാക്കി 20 മന്ത്രിമാർക്കും ടേം അനുസരിച്ച് കൊടുക്കണം. അത്രയും പേരെയും കൂടെ യൂത്ത് കോൺഗ്രസ്സുകാരൊക്കെ ഒത്തിരി പേര്, തൊഴിലില്ലാത്ത ഒത്തിരി പേരുണ്ട്. അവരൊക്കെ അവർക്കൊക്കെ ഒരു തൊഴിൽ കൊടുക്കാൻ സാധിക്കും, പെൻഷൻ കൊടുക്കാൻ സാധിക്കും, അവരെയൊക്കെ അക്കോമഡേറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. ഓരോ വർഷം ഓരോരുത്തരായിട്ടാണ്. അത് പറ്റത്തില്ല. 2 വർഷം വേണം മിനിമം. അല്ല, പെൻഷൻ കിട്ടണമെങ്കിൽ 2 വർഷം മിനിമം വേണം. എം.എൽ.എമാർക്ക് പെൻഷൻ ഉണ്ടോ? അല്ല, സ്റ്റാഫിന്. അപ്പൊ 2 വർഷം വെച്ച് ഓരോരുത്തർക്ക് കൊടുത്ത് പെൻഷനും കൂടെ ഉറപ്പാക്കുക. ഉറപ്പാണല്ലോ, പെൻഷൻ ഉറപ്പാണല്ലോ. അപ്പൊ അത് ചെയ്യണമെന്ന് എൻ്റെ ഒരു ആഗ്രഹം. ഇത് 20, 40 അപ്പം 5 വർഷം കിട്ടും. അപ്പൊ 5 എന്നുള്ളത് 1 വർഷം കൊണ്ട് കൂട്ടിയ 60. അല്ല, വല്ലതും പേഴ്സണൽ സ്റ്റാഫിലേക്ക് ചേരുന്നുണ്ടോ? ഇല്ല, എൻ്റെ ആരുമില്ല. നമ്മളെ ഇവിടെ ആരെടുക്കാനാ? നമ്മുടെ ആരുമില്ല. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ടൈം വെച്ച് കൊടുക്കുമ്പോൾ അതെങ്ങനെ കൊടുക്കണം. CPM-നകത്ത് ഈ കഴിഞ്ഞ പറഞ്ഞതുപോലെ അവർ ചില അഡ്ജസ്റ്റ്മെൻറ്റുകൾ, ചില നീക്കുപോക്കുകളുടെ ഭാഗമായിട്ടൊക്കെ ചില ഇത് മാറിയിട്ടുണ്ട്. ഇപ്പം MP രാജേഷ് സ്പീക്കറായിരുന്നു, സ്പീക്കറിനെ മാറ്റി പുള്ളിയെ ഗ്രാമവികസന വകുപ്പ് മന്ത്രി. M.V. ഗോവിന്ദൻ ഗ്രാമവികസന വകുപ്പ് മന്ത്രിയായിരുന്നു. അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയപ്പോൾ അത് മാറി സ്പീക്കറായിട്ട് ഷംസീർ വന്നു. ഇതൊക്കെ ആ സമയങ്ങളിൽ നടക്കുന്ന കാര്യങ്ങളാണ്. അല്ലാതെ ഒരു നേരത്തെ ഒരു ടൈം വെച്ച് ഇപ്പോൾ മുഖ്യമന്ത്രി അവധിയേ ഉള്ളൂ അല്ലെങ്കിൽ അങ്ങനെ വെച്ച് പോകുന്നത് CPM-നകത്ത് ഇതുവരെ കണ്ടിട്ടില്ല. കണ്ടല്ലോ, കഴിഞ്ഞ ടൈം വെച്ചല്ലേ ഇവിടുത്തെ നമ്മുടെ ഗതാഗത മന്ത്രി. അത് ഒരു ഘടകകക്ഷിയെ ഉൾപ്പെടുത്താൻ, എന്നിട്ടും RJDക്ക് കൊടുത്തില്ല. അവർ ഘടകകക്ഷി അല്ലായിരുന്നു.
RJD-യുമായി നേരത്തെ അങ്ങനെ ഒരു ധാരണ ഉണ്ടാക്കിയിരുന്നെങ്കിൽ കൊടുക്കുമായിരുന്നു. അങ്ങനെ ഒരു ധാരണ ഉണ്ടാക്കിയിട്ടില്ല. ഘടകകക്ഷികൾക്കെല്ലാം മന്ത്രിസ്ഥാനം, അത് പ്രത്യേകം ധാരണ വേണ്ടല്ലോ. ഘടകകക്ഷികൾക്കെല്ലാം മന്ത്രിസ്ഥാനത്തിന് അവകാശമുണ്ട്. അങ്ങനെയാണെങ്കിൽ ധാരണ വേണ്ടല്ലോ എന്നൊക്കെ തീരുമാനിക്കാനായിട്ട് താങ്കൾ LDF-ന്റെ കൺവീനർ ആവണം. അവരാണ് തീരുമാനിക്കുന്നത്, അല്ല നമ്മളല്ല തീരുമാനിക്കുന്നത്. അല്ല, നമ്മൾ പൊതുജനങ്ങളെ പൊട്ടന്മാരാക്കരുതല്ലോ. അല്ല, പൊതുജനങ്ങളെ ഇത് എപ്പോഴും നടക്കുന്ന ഒരു കാര്യമാണ്. പൊതുജനങ്ങൾ പൊട്ടന്മാരാക്കുകയാണ്. കഴുതകളെന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഇതിനകത്ത് പൊതുജനങ്ങളെ കഴുതിയാക്കുന്നൊന്നുമില്ല. ഇടത് മുന്നണിയിലെ അവർ തമ്മിലുണ്ടാക്കുന്ന ധാരണയാണ്. ഒരാൾ ഇത്ര കാലം മന്ത്രി, ഇത്ര കാലം അടുത്തയാളെന്നുള്ളത്. അതിന് പൊതുജനങ്ങൾക്ക് ആകെ പറയാവുന്ന കാര്യമുള്ളൂ. നിങ്ങളിങ്ങനെ ഈ ടേം വെച്ച് മന്ത്രിമാരാക്കുക എന്ന് പറഞ്ഞാൽ മന്ത്രിമാരുടെ ഒരു ടേം ഫുൾ ടേം കിട്ടിയില്ല, അവർക്ക് പ്രവർത്തിക്കാൻ പറ്റില്ല. രണ്ടാമത് ഇതിങ്ങനെ രണ്ടുപേരെ പങ്കുവെച്ച് കൊടുക്കുന്നതൊക്കെ ഒരു സുഖമുള്ള കാര്യമല്ലെന്നൊക്കെ പറഞ്ഞ് ജനത്തിന് അങ്ങനെ വിമർശിക്കാം. പക്ഷെ ഒരാൾക്ക് കൊടുത്ത് ഇപ്പം മറ്റൊരാൾക്ക് എന്താ കൊടുക്കാത്തതെന്നൊക്കെ ചോദിക്കേണ്ട കാര്യം ആ പാർട്ടിക്കാർ ചോദിച്ചോളും. നമ്മളത് ചോദിക്കേണ്ട കാര്യമില്ല എൻ്റെ അഭിപ്രായം. നമുക്ക് മറ്റേ വിമർശിക്കാം. മന്ത്രി ഇങ്ങനെ സ്ഥാനം പങ്കുവെക്കാനുള്ളതല്ല, മുഖ്യമന്ത്രി സ്ഥാനം പങ്കുവെക്കാനുള്ളതല്ല. 5 വർഷത്തേക്കാണ് ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നത് മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെ അല്ല എം എൽ എമാരെ എന്ന് പറഞ്ഞാൽ മന്ത്രിയെ ഉൾപ്പെടെ 5 വർഷത്തേക്കാണ്. അതെന്തിനാണ് പങ്കുവെക്കുന്നതൊക്കെ ചോദിക്കാം. പക്ഷെ അവരുടെ ധാരണകൾ നമ്മൾ എന്തിനാണ് ഉണ്ടാക്കിയെന്ന് ചോദിച്ചിട്ട് കാര്യമൊന്നുമില്ല. അത് ഒരു സ്വാഭാവികമായിട്ടും അവർക്ക് അവകാശപ്പെട്ടത് ആ അവകാശം നിഷേധിക്കല്ലേ. അവർക്ക് ഇപ്പം ഒരു മുന്നണി ഘടകകക്ഷി എന്ന് പറഞ്ഞാൽ ഘടകകക്ഷികൾ പ്രശ്നമല്ലേ, നമ്മുടെ അല്ലല്ലോ. നമ്മുടെ അവർക്ക് വേണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്താ നിർബന്ധിക്കുന്നത്? RJD വേണ്ടെന്ന് പറഞ്ഞില്ല. RJD വേണമെന്നും പറഞ്ഞ മുഖ്യമന്ത്രിയുടെ പുറകെ കൊടുത്തില്ല. RJD കൊടുക്കുന്നില്ല. കൊടുക്കാനും ശരി. അതുപോലെ ഇതുപോലെ മാനസിക കമ്പനി കൊടുക്കുന്നില്ല. അങ്ങനെ തീരുമാനിച്ച തീർന്നില്ലേ? മാനസിക കമ്പനി കൊടുത്തല്ലോ, 2 വർഷത്തേക്ക് കൊടുത്തു. അത് പറഞ്ഞതല്ല ഉള്ളോ? കിട്ടിയെന്ന് പറഞ്ഞാൽ മതി. ഒരു കാര്യം 2 വർഷം കഴിഞ്ഞ് കൊടുത്തില്ലെങ്കിലേ ഇപ്പൊ എന്തായാലും മാനസിക കമ്പനി ഹാപ്പിയാണ്. അത് കിട്ടുമെന്ന് ഉറപ്പിച്ച് പോയിട്ടുണ്ട്. പിന്നെന്താ പ്രശ്നം അതിനകത്ത്? അത് കൊള്ളാം. അപ്പൊ എന്തായാലും പക്ഷെ വകുപ്പുകളെല്ലാം ഇപ്പോഴും തീരുമാനമായിട്ടില്ല. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനെ സംബന്ധിച്ച് തർക്കം കിടക്കുന്നു. ഫിഷറീസിനെ സംബന്ധിച്ച് തർക്കം കിടക്കുന്നു. ഫിഷറീസ് മുസ്ലിം ലീഗിന് കൊടുക്കുന്നതിനെ കുറിച്ച് പിന്നെ ലത്തീൻ സഭക്കാർക്ക് തർക്കമുണ്ട്. ഇന്നലെ രാത്രിയിൽ ശ്രീ VD സതീശൻ ലത്തീൻ സഭാ മേധാവികളെ കാണാൻ പോയിരുന്നു. എന്തെങ്കിലും ധാരണയായോ എന്നുള്ളത് അറിയില്ല. അല്ല, അത് ഷിബു ബേബി ജോണിന് കൊടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മനവും ഫിഷറീസും അദ്ദേഹത്തിന് കൊടുക്കുമെന്നാണ്. കൊടുക്കുകയാണെങ്കിൽ ആ പ്രശ്നം താൽക്കാലികമായിട്ട് തീരും. അപ്പോൾ അതൊരു അവർ അവകാശപ്പെടുന്നതിനകത്തൊരു ന്യായമുണ്ട്. അപ്പോൾ പിന്നെ കടലിനെ അറിയാവുന്ന, കടലിൻ്റെ മക്കളെ അറിയാവുന്ന ഒരാൾക്ക് അത് കൊടുക്കുന്നത് അത് സ്വാഭാവികമായിട്ടും ന്യായമാണത്. ന്യായമായ ഒരു അവകാശം, അവരുടെ ഒരു അവകാശത്തെ അങ്ങനെ വേണം കാണാൻ. ഇനിയിപ്പോൾ ഇതെല്ലാം പ്രധാനം. ഇപ്പം മന്ത്രിമാർക്ക് വകുപ്പെല്ലാം വിധിച്ചു കൊടുത്താലും ഭരിക്കാൻ കാശ് വേണമല്ലോ. സാമ്പത്തിക നില എന്താണ്, സ്ഥിതി എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു ധവളപത്രം ഇറക്കുന്നുണ്ട്. ആ ധവളപത്രം ഒന്ന് വായിച്ചിട്ട് നമുക്ക് തീരുമാനിക്കാം ഇവിടെ എന്തൊക്കെ ഉണ്ട്, കയ്യിൽ ഖജനാവിൽ എന്തുണ്ട്, പൂച്ച പറ്റി കിടക്കുകയാണോ? അപ്പോൾ പൂച്ചയൊന്നും പറ്റി കിടപ്പില്ല, അവിടെ കാശ് കിടപ്പുണ്ടെന്നൊക്കെയാണ് ഇപ്പം CPM-കാർ പറയുന്നത്. മുൻ ധനകാര്യ വകുപ്പ് മന്ത്രി പറഞ്ഞിരിക്കുന്ന 4000 കോടി രൂപ. 4000 കോടി ഉണ്ടെന്ന്. അതെ, 4000 കോടി രൂപ ഉണ്ടോന്നൊക്കെ ധവളപത്രം ഇറങ്ങിയാലേ അറിയാൻ പറ്റുള്ളൂ. പിന്നെ എന്തുകൊണ്ടാണ് ഇപ്പം ഈ പ്രഖ്യാപനമൊക്കെ നടത്തിയെന്നുള്ളത് നമുക്കറിയില്ലല്ലോ. ചില പുതിയ പിന്നെ പെൻഷൻ സ്കീമും പുതിയ ആനുകൂല്യങ്ങളും ഒക്കെ പ്രഖ്യാപിച്ചല്ലോ. ആശാവർക്കർമാർക്ക് അവരുടെ ശമ്പളം വർദ്ധിപ്പിച്ചു, ബസ്സിൽ സൗജന്യ യാത്ര. അപ്പം ഇതിനുള്ള കാശ് അത് മാത്രമല്ല, ഈ കാശ് ഖജനാവിൽ കിടക്കുന്ന കാശ് കൊണ്ടോ, ഇതിപ്പോൾ കടം വാങ്ങിയേക്കാവുന്ന കാശ് കൊണ്ടോ, കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന പിന്നെ ഗ്രാൻഡ് കൊണ്ടോ, ഇവിടെ തന്നെ ഇപ്പോൾ കിട്ടുന്ന നികുതി കൊണ്ടോ ഒന്നും ഇപ്പോൾ സംഗതി ഓടത്തില്ല. വരുമാനത്തിൻ്റെ, കേരളത്തിൻ്റെ മൊത്തം വരുമാനത്തിൻ്റെ 70% ശമ്പളവും പെൻഷനും ഈ പിന്നെ നികുതി ഇൻട്രസ്റ്റുമായിട്ട്, പലിശയുമായിട്ട് പോവുകയാണ്. അപ്പം ഈ പറഞ്ഞ മറ്റ് ആനുകൂല്യങ്ങളും പിന്നെ ഫ്രീ വീസൊക്കെ കൊടുക്കാനായിട്ട് കാശ് എവിടുന്ന് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തേണ്ടത് ധനമന്ത്രി കൂടിയായ മുഖ്യമന്ത്രിയാണ്. അത് മുഖ്യമന്ത്രിക്ക് അതിനകത്തൊരു എന്തെങ്കിലും ഒരു സ്വപ്നം അദ്ദേഹത്തിന് അല്ല, സ്വപ്നം അദ്ദേഹത്തിനുണ്ട്. സ്വപ്നത്തിന്റെ വഴിയാണ് കണ്ടെത്തേണ്ടത്. ഇനി അത് അദ്ദേഹം ആ വഴിയൊക്കെ സ്വപ്നം ആർക്കാ കാണാൻ പറ്റാത്തത്? എല്ലാവർക്കും കാണാൻ സ്വപ്നം. അദ്ദേഹം ആ വഴിയൊക്കെ കണ്ടിട്ടുണ്ടെന്ന് പറയുന്നു. നോക്കാം, എന്തായാലും കാത്തിരിക്കാം. ആളുകളെ നോവിക്കാതെ, പൂവിൽ നിന്ന് തേനെടുക്കുന്ന പോലെ നോവിക്കാതെ, ഈ ആളുകളിൽ നിന്ന് എങ്ങനെ നികുതി ചുമത്താതെ കാശെടുക്കാം, ചൂടുന്ന നികുതികൾ എങ്ങനെ കണ്ടെത്താം, നികുതി ഇതുവരെ ഏർപ്പെടുത്താത്ത
നികുതി എവേഡ് ചെയ്യുന്ന ഭാഗത്തെ കണ്ടെത്തി അവരുടെ നിന്ന് നികുതി പിരിക്കുക, ഇങ്ങനെയൊക്കെയുള്ള പല മാർഗമുണ്ട്. പക്ഷെ അതുകൊണ്ടൊന്നും തീരത്തില്ല. പെട്രോളിനും ഡീസലിനും വില എന്തായാലും ഒരു കാര്യം കടമെടുത്തേ പറ്റുള്ളൂ. അത് കിഫ്ബി വഴിയാണെങ്കിലും അല്ലെങ്കിലും കടമെടുക്കാതെ സർക്കാരിന് മുന്നോട്ട് പോകാൻ പറ്റും. കിഫ്ബി വഴി കടമെടുത്തതിന് ഇവര് കഴിഞ്ഞ പിന്നെ കിഫ്ബി വഴി കടമെടുത്തതിനല്ല, അതിന്റെ ചില നിയമ ചട്ടമൊക്കെ ലംഘിച്ചതിനാണ്. അതായത് ഗവൺമെന്റ് നോംസിന് വിരുദ്ധമായിട്ട് പരിധി കടന്ന് കടമെടുത്തതിനാണ്. AGയും സർക്കാരും കേന്ദ്ര സർക്കാരും ഒക്കെ അതിനെ വിമർശിച്ചതുകൊണ്ടാണ്. അതിലൊരു ന്യായമുണ്ട്. പക്ഷേ കടമെടുക്കാതെ പറ്റില്ല. കടം എടുത്തല്ലാതെ സർക്കാരിന് ഇപ്പോഴത്തെ അവസ്ഥ മുന്നോട്ട് പോകാൻ പറ്റില്ല. അല്ലേ പിന്നെ പറ്റൂ. വലിയൊരു എമൗണ്ട് ഗ്രാൻഡായിട്ട് കേന്ദ്രം നൽകണം. പല സംസ്ഥാനങ്ങൾക്കും കൊടുത്തിട്ടുണ്ട്. പക്ഷെ നിർഭാഗ്യത്തിന് കേരളത്തിന് അത് കിട്ടില്ല. കാരണം കേരളം ഇപ്പോൾ ഭരിക്കുന്നത് BJP അല്ലാത്തതുകൊണ്ട് കോൺഗ്രസ്. അവിടെ തന്നെ ഒരു ഇരട്ടത്താപ്പില്ലേ? മൊത്തം ഇരട്ടത്താപ്പല്ലേ? അതിനകത്തെന്താ അവർ അവരുടെ നയം വളരെ കൃത്യമല്ലേ? നിങ്ങളെന്നും ഞങ്ങൾക്ക് ഭരണം തരുന്നു, BJPക്ക് ഭരണം തരുന്നു, അന്ന് ഞങ്ങൾ നിങ്ങളുടെ കാര്യമൊക്കെ നോക്കിക്കോളാം, അതുവരെ ഇങ്ങനെയൊക്കെ പോകുള്ളൂ എന്നുള്ളതാണ്. ഇരട്ടത്താപ്പാണ് എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. പക്ഷെ അതാണ് ഇപ്പോഴത്തെ താപ്പ്. ഏതായാലും നമുക്ക് കാത്തിരിക്കാം. വരും ദിവസങ്ങളിൽ ഇതിന് ധവളപത്രം ഇറങ്ങുമ്പോൾ ഇതിനെല്ലാം ഈ ചോദ്യങ്ങൾക്കെല്ലാം ഒരു ഉത്തരവാകും.